മ്യൂച്വൽ ഫണ്ട് സൈ എന്ന് പലപ്പോഴും പലവട്ടം നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ് പരസ്യങ്ങളിലായിട്ട്. പക്ഷെ ഇവര് പേപ്പറുകളിൽ മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഫോളിന് കൃത്യം 2 മാസം മുന്നേ തന്നെ വളരെ വലിയൊരു സംഖ്യ തന്നെ മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാതെ ക്യാഷ് റിസർവ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ മാറ്റിവെച്ചു എന്നുള്ളതാണ്. റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ 1,42,000 കോടി രൂപയ്ക്ക് മേലെയാണ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇവർ മാറ്റിവെച്ചേക്കുന്നത്. ഹായ്, ദിസ് ഇസ് ബെൻസൺ പോൾ. വെൽക്കം ടു എ സ്പെഷ്യൽ എപ്പിസോഡ്. നോർമലി മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇതുപോലത്തെ ഒരു ക്യാഷ് റിസർവ് മാറ്റിവെക്കാറുള്ളത് പതിവുള്ള കാര്യം തന്നെയാണ്. അതായത് മ്യൂച്വൽ ഫണ്ട്സ് റിഡീം ചെയ്യുന്നവർക്ക് കൊടുക്കാനായിട്ടും അലോക്കേഷൻസിന് വേണ്ടിയിട്ടും ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒക്ടോബറിലാണ് മാർക്കറ്റ് ഫോൾ സ്റ്റാർട്ട് ആവുന്നത്. ഓഗസ്റ്റ് 2024 മുതൽ തന്നെ അതുവരെ 2.5% 3% മാത്രം ഉണ്ടായിരുന്ന ഈക്വിറ്റി ഫണ്ട്സിലെ ക്യാഷ് റിസർവ് 4% മേലേക്ക് ഉയർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ FIS മാർക്കറ്റിൽ സെല്ല് ചെയ്യുമെന്ന് ഇവർക്ക് മുൻകൂട്ടി അറിയാമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. നമ്മൾ ക്യാഷ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കാരണം കൊണ്ട് ഭാവിയിൽ പർച്ചേസിംഗ് പവർ കുറയുന്നുള്ളതും പണത്തിന്റെ മൂല്യം കുറഞ്ഞു പോകുന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ബെറ്റർ ആയിട്ട് റിട്ടേൺസ് കിട്ടുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ, അതും ഇത്രയും നല്ലൊരു ബുൾ റാലി തന്നിട്ടുള്ള, ബാക്കിയുള്ള മാർക്കറ്റ്സിനെ ഔട്ട്സ്മാർട്ട് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതെ ചെയ്യില്ല എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 13% നിഫ്റ്റി വീണേക്കുന്നത്. ഇപ്പോഴും ഇവരുടെ ക്യാഷ് റിസർവ് 4% മേലെ തന്നെയാണെന്നുള്ളതാണ്. അതായത് ഇപ്പോഴും മാർക്കറ്റിലേക്ക് അവർ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും മാർക്കറ്റിൽ ഒരു ഫോൾ സംഭവിച്ചേക്കാം എന്നുള്ളതിന്റെ സിഗ്നൽ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ക്യാഷ് റിസർവ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിൽ ഏറ്റവും ആദ്യം വരുന്ന പേരാണ് SBI മ്യൂച്വൽ ഫണ്ട്, രണ്ടാമത് ICICI Prudential, മൂന്നാമത് വരുന്നത് HDFC മ്യൂച്വൽ ഫണ്ട് എന്നിങ്ങനെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ ഇതുപോലെ വലിയൊരു സംഖ്യ തന്നെ ക്യാഷ് റിസർവ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോലത്തെ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കേട്ട് കാണുമായിരിക്കും, നമ്മളുടെ വാറൻ ബഫറ്റ്, ഏറ്റവും വലിയ നമ്മൾ കണ്ടേക്കുന്ന ഇൻവെസ്റ്റർ ആണ് വാറൻ ബഫറ്റ്. അദ്ദേഹം വരെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കുറെ ഷെയർസിൽ സെൽ ഓഫ് ചെയ്തുകൊണ്ട് വലിയൊരു സംഖ്യ തന്നെ ക്യാഷ് റിസർവ് ആയിട്ട് മാറ്റി വെച്ചേക്കുന്നു എന്നുള്ളത്. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ട്രാപ്പുകളും ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ റിപ്പോർട്ടുകളും ഡാറ്റകളും പഠിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പിന്നെ ആരാന്റെ വാക്കും കേട്ട് മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതിനെ പറ്റിയും അതിന്റെ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയും ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നതും US ബോണ്ട് ഈൽഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് 25% മേലേക്കുള്ള ടാക്സ് സിസ്റ്റമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന വാർത്തകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിൽ ബാധിക്കാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കല്, സെമി കണ്ടക്ടേഴ്സ് പോലത്തെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെയാണ് ഏറ്റവും സാരമായിട്ട് ഇത് ബാധിക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഇതേപോലത്തെ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിന് മാനേജർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക.